നമസ്കാരം. മെയ് 5-ാം തീയതി എനിക്ക് GP അപ്പോയിൻമെൻ്റ് ഉണ്ടേ. ഇന്നിപ്പോൾ ദുഃഖവെള്ളി ആയിട്ടുള്ളൂ കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇൻട്രോ പറയാൻ വേണ്ടി ഇവിടെ നിന്നപ്പോൾ പറയണതാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ നിൽക്കുക, അമ്പലത്തിൽ പോകാൻ നിൽക്കുക, ഗണപതി ടെമ്പിൾ എല്ലാ ദൈവങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ GP അപ്പോയിൻമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റെസിഡൻസ് കാർഡ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് തന്നെ നമുക്ക് അസുഖങ്ങൾ വന്നുമ്പോൾ ഏത് ഡോക്ടറെ കാണുന്നതിന് ഒരു ഡോക്ടറെ കുറച്ചൊരു 3-4 ഡോക്ടർമാരെ തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെയും കൊച്ചിൻ്റെ ഒരു ഡോക്ടർ തന്നെയാണ് GP, ജനറൽ പ്രാക്ടീഷണർ എന്നാണ്. അപ്പോൾ ആ ഡോക്ടർ നമ്മളിപ്പോൾ എന്ത് അസുഖം വന്നാലും നമ്മൾ അയാളുടെ അടുത്ത്, ഞാനിപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ 20 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണേ. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കിട്ടണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബുക്കിംഗ് എടുത്തു, അപ്പോയിൻമെൻറ്റ് കിട്ടി. അതല്ല നമുക്കിപ്പോൾ എമർജൻസി ആണെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ച് വേറൊരു വലിയ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിച്ചാൽ രാവിലെ വിളിച്ചാൽ ചിലപ്പോൾ ആ ദിവസം ഏതെങ്കിലും ടൈമിൽ നമുക്ക് കിട്ടും. അങ്ങനെ അതുമല്ലാണ്ട് നമുക്ക് ചെക്കിങ്ങും എല്ലാം ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ അപ്പോൾ പോയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കപ്പോൾ കൊടുക്കണ്ട. അതൊരു ഗുണമാണ്. നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ വരും, അവർ പേയ്മെൻറ്റ് ഇട്ടേക്കും, പിന്നീട് നമുക്കത് പേ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് GP അപ്പോയിൻമെൻറ്റ്. അതുമല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടയേർഡാണ്, നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യ, തീരെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ രീതി എന്ന് വെച്ചാൽ ആംബുലൻസിനെ വിളിക്കണം. ആംബുലൻസിനെ വിളിക്കുമ്പോൾ ഒരു റെഡ് കളറിൽ ആംബുലൻസിൽ 2 പേര് വരും. ഞങ്ങൾ ആദ്യം താമസിച്ച ഫ്ലാറ്റിൽ മിക്കപ്പോഴും വരുമായിരുന്നു, കാരണം കുറേ ആൾക്കാർ താമസിക്കുന്നില്ല എപ്പോഴും. അപ്പോൾ നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിൽ നിന്നും എന്താ വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനത്തെ സ്ഥലത്തു നിന്നും ആളുകൾ അവിടെ ഈ കിടപ്പ് രോഗികളെ ആൾക്കാരെ കിടന്ന് നോക്കാൻ വേണ്ടി എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നേഴ്സുമാർ വന്നിട്ട് അവരെ ശുശ്രൂഷകൾ ചെയ്യും കേട്ടോ. പിന്നെ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 25,000 രൂപ വരെയും നമുക്ക് ഒരു വർഷത്തേക്ക് ഒരാൾക്ക് 25,000 രൂപ വരെ ക്യാഷായിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് ആവുകയാണെങ്കിൽ അവർ ഗവൺമെൻറ് എല്ലാം ഫ്രീ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ അടുത്ത വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആംബുലൻസിനെ വിളിച്ച് കഴിയുമ്പോൾ ആംബുലൻസ് വരും, അവർ ചെക്ക് ചെയ്യും. അവർ വന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ എടുത്തുകൊണ്ട് പോകില്ല. അവർ വന്നിട്ട് അതിൽ ഡോക്ടറും നേഴ്സൊക്കെയാണ് 2 പേര് ഡ്രൈവ് ചെയ്ത് അവർ തന്നെയാണ് വരുന്നത്, ഒത്തിരി ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. എന്നിട്ട് എല്ലാം ചെയ്തിട്ട് അവരെ സ്ട്രെച്ചർ സ്ട്രെച്ചറിൽ കിടത്തി നല്ല ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് അവരെ വണ്ടി കയറ്റി കൊണ്ടുപോകും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പോണ GP ഇരിക്കുന്ന സ്ഥലത്ത് ഒരു റൂമായിരിക്കും, നമ്മൾ ഹോസ്പിറ്റലാണെന്ന് തോന്നുകയില്ല. അതുപോലെ ഒരു റിസപ്ഷൻ, അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറാണ്. നമ്മുടെ നാട്ടിലൊക്കെ നേഴ്സല്ലേ നമ്മളെ പേര് വിളിച്ചകത്ത് തന്നെ ഇത് വിളിക്കണം. നമ്മുടെ ആ ടൈം ഒരാൾക്ക് 1 മണിക്കൂറാണ് ടൈം തന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കും, നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ആ ടൈമുണ്ട്. ആ ടൈമിങ്ങിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് വന്നിട്ട് നമ്മളെ വിളിക്കും. ഡോക്ടർ നമ്മളെ കൈ ക്ഷണിച്ച് നമ്മളിങ്ങനെ ഓക്കെ, നമ്മുടെ വീട്ടിലൊരു ബന്ധു വരില്ലേ, അപ്പോൾ ഓക്കെ വെൽക്കം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ച് അതുപോലെ വിളിച്ചു വന്നിട്ട് ഷെയ്ഖാനൊക്കെ തന്ന് നമ്മളവിടെ ഇരിക്കാൻ പറയും. എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയും. ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, വിശേഷങ്ങളൊക്കെ പറയും. വിശേഷങ്ങളെല്ലാം പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോണ ട്രെയിനാണ്. വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കും. അത് വിശദമായി ചോദിച്ച് അവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഒരു ദിവസം നോക്കുകയുള്ളൂ. കാരണം ആൾക്ക് ഒരു ദിവസം ടൈമും കൊടുക്കുമല്ലോ. ഈ കുട്ടികൾ സൈക്കിൾ ഓട്ടി പോകണുണ്ടോ, ഒരാൾക്ക് ഒരു ദിവസം സമയം, ഒരാൾക്ക് 1 മണിക്കൂറത്തെ ടൈം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊന്നും ഇരിക്കണ്ടാവില്ല, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അവിടെ വെയിറ്റ് ചെയ്തിരിക്കണത്. 2-3 പേരെ ഉണ്ടാവുള്ളൂ ഡോക്ടർക്കാണ്. 3-4 ഡോക്ടർമാരും ഉണ്ടാവും. അതാണ് അവിടുത്തെ രീതി. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മുമ്പ് പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ മെയ് 5-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ മുമ്പ് ബാക്കിയുള്ള അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഹലോ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എത്തിയിട്ടോ. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഡേറ്റാണ്. ഇതുണ്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. കുറേ ഷോപ്പൊക്കെ ഉള്ളതില്ലേ, ഓരോ ഓഫീസുകൾ, അതിൻ്റെ നമ്മുടെ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് മതി. ഇവിടെ പ്രസ് ചെയ്തു, ലോക്ക് തുറന്നു, നമ്മൾ അകത്ത് കയറുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. അതിൻ്റെ ഒരു റൂമാണ് നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള GPയുടെ.
ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ട് ഇറങ്ങി. 9:10 നമുക്ക് അപ്പോയിൻമെൻറ്റ്. ഡോക്ടർ റൂമിൽ നമ്മൾ ചെന്നപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സാധാരണ ഇതുപോലെ തന്നെ ഫ്രണ്ട് റെഡാണ്. അവിടെ നിറച്ച ആൾക്കാർ, അതിൻ്റെ ഉള്ളിൽ ഒരു 10 പേരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു 5-6 ഡോക്ടേഴ്സുണ്ട്. ഡോക്ടർ ഇറങ്ങുന്നത് നമ്മളെ ഹോസ്പിറ്റലൊക്കെ നേഴ്സല്ലേ വന്ന് വിളിക്കണം. ഇത് ഡോക്ടർ ഇറങ്ങി വന്ന് നമ്മളെ വിളിക്കും. ഡോക്ടർ ഇറങ്ങി വന്ന് വിളിക്കും. ഡോക്ടർ വിളിച്ചിട്ട് പേര് വിളിക്കും. നമ്മൾ കയറ്റിക്കൊണ്ടേ അതിങ്ങനെ കൈ ആനയിച്ച് കൊണ്ടുപോകണേ. ഷെയ്ഖാനൊക്കെ തന്നെ ഇരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറോട് ഞാൻ ഇവിടെ ഇപ്പോൾ ഓരോ മെഡിസിൻ ഡോക്ടർ എഴുതി ഇപ്പോൾ പാരസെറ്റമോൾ നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഫുൾ പൈസ കൊടുക്കണം. പക്ഷെ ഡോക്ടർ അതിൽ നമ്മുടെ റെസിഡൻസ് കാർഡിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ അതിൽ അവർ എഴുതി വയ്ക്കും. നമ്മൾ അത് കൊണ്ടുപോയി ഫാർമസിയിൽ പോയി വാങ്ങുകയാണെങ്കിൽ പകുതി പൈസ കൊടുത്താൽ മതി. ഞാൻ മോയ്സ്ചറൈസറും വിറ്റാമിൻ ഡി ടാബ്ലറ്റും അതെല്ലാം മൾട്ടി വിറ്റാമിൻസൊക്കെ എഴുതാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ട് എഴുതിപ്പിച്ചു. പനി, ചുമ, ത്രോട്ട് പെയിൻ്റെ ഒക്കെ ടാബ്ലറ്റ്. അപ്പോൾ നമുക്ക് പകുതി പൈസ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫുൾ പൈസ കൊടുക്കേണ്ടി വരും വാങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ എൻ്റെ കൈ മരവിപ്പും കൊണ്ട് പോയായിരുന്നു. 2 months നോക്കിയിട്ട് ഇതൊരു ക്ലിനിക്കാണ്. അവിടുന്ന് വലിയ ഹോസ്പിറ്റലിലേക്ക് ഇത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് കൂടെ അതിന് വേണ്ടി പോവാം.